ഹായ് അസ്സലാമലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ കറികളൊന്നും തിരഞ്ഞ് ബുദ്ധിമുട്ടേണ്ടതില്ല. കുറച്ച് ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാനൊരു 5-6 ചെറിയുള്ളി എടുത്തിരിക്കുന്നത്, അത് കുറച്ച് വലിയ സൈസ് ചെറിയുള്ളി, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ, അരഞ്ഞ് പേസ്റ്റ് ആക്കരുതേ. അപ്പോൾ അതാ ഈ രീതിയിലൊന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ, അതാ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമ്മൾ ചതക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം പാട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതക്കി എടുത്തിട്ടുള്ള വറ്റൽമുളകാണ്. അത് ഇതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് ഇതിൻ്റെ പച്ചച്ചുവ പോകുവോളം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. ഈ ഒരു അളവിലെടുക്കുമ്പോൾ ഒരു കോഴിമുട്ട ചേർത്താൽ മതി. ഇപ്പോൾ കോഴിമുട്ട ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കോഴിമുട്ട കൂടെ ചേർത്ത് അത് ഒന്ന് വെന്ത് നല്ലോണം ഒന്നിങ്ങനെ മൊരുമരാന്നാകുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് അരിയുടെ ചോറാണ് കഴിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു കറിയുടെയും ആവശ്യമില്ല. ഇനി കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തുവിടാൻ പെട്ടെന്ന് കറികളൊന്നും ഇല്ല, പെട്ടെന്ന് കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തുവിടാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതൊരു പഴയകാല വിഭവം കൂടിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.